എട്ടാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമ്മൾ 5 ചോദ്യം ഇന്നത്തെ വീഡിയോ പഠിക്കും. ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം, ഇൻ ദ ഫിഗർ പി ക്യു ഈസ് ഈക്വൽ ടു പി ആർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് പി ക്യു എന്ന് പറയുന്നത് ഈ സൈഡ് എന്ന് പറയുന്നത് ഏത് സൈഡിന്? പി ആർ എന്ന് പറഞ്ഞ സൈഡിന് തുല്യമാണ്. എന്ന് പറയുമ്പോൾ ഇത് എന്ത് ത്രികോണമായെന്ന് നിങ്ങൾക്കറിയാം. 2 സൈഡ് തുല്യമായിട്ടുള്ള ത്രികോണമായി, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായി. ഇനി നിങ്ങൾക്ക് മറ്റൊരു കാര്യം അറിയാം. എന്താണ്? സൈഡ് ഈക്വൽ ആയാൽ സൈഡിന് ഓപ്പോസിറ്റ്. കണ്ടോ, ഈ പി ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ തന്നെയായിരിക്കും ഈ പി ക്യൂവിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ. മീൻസ് ആറും ക്യൂവും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആർ എന്ന് പറയുന്ന ആംഗിൾ തന്നെയാണ് ക്യൂ എന്ന് പറയുന്ന ആംഗിൾ. എന്തുകൊണ്ടാണ്? പി ക്യൂ പി ആറിന് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് തമ്മിൽ എന്താകും? ഈക്വൽ ആവും. അതുകൊണ്ട് നമുക്ക് ധൈര്യം ഈ ആറിൻ്റെ അവിടുത്തെ ആംഗിൾ എഴുതാം, അല്ലെങ്കിൽ ആറിൻ്റെ ആംഗിൾ തന്നെയാണ് എ ചോദ്യം. എന്തുകൊണ്ട്? 40 ഡിഗ്രി തന്നെ ആയിരിക്കും. അപ്പം ആറിൻ്റെ ആംഗിൾ 40 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് പി. പി എത്രയാണ് മക്കളെ? നിങ്ങൾക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടെ കൂട്ടിയാൽ 180. അതിൽ 2 എണ്ണം ഇവിടെ ഉണ്ട്, 40ഉം 40ഉം. അപ്പോൾ ബാക്കി ഇവിടെ എത്ര വരുമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. ആംഗിൾ പി കണ്ടുപിടിക്കാൻ 180 നിന്ന് കുറയ്ക്കണം ആ 40ഉം കൂടെ കൂട്ടിയ ഉത്തരം. അപ്പോൾ 180 നിന്ന് കുറയ്ക്കണം 80. അങ്ങനെയാണെങ്കിൽ ആംഗിൾ പി എത്ര വരും? 100 ഡിഗ്രി. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 100 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ധൈര്യമായി പറയാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് 2 പെയർ ഓഫ് ഈക്വൽ ആംഗിൾ. ഒരുപോലെ വരുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ്? ഈ 2 ചിത്രത്തിലും കൂടെ ഒരുപോലെ വരുന്ന കോണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കോണുകൾ എഴുതാൻ നേരം നിങ്ങൾ ആദ്യമേ സൈഡ് നോക്കണം. കണ്ടോ, ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 6 സൈഡ്, 6 എന്ന് പറഞ്ഞ അളവുണ്ട്. ഇപ്പുറത്തെ ത്രികോണത്തിൽ 6ഉണ്ട്. കണ്ടോ, ഇതിലെ 6ഉം ഇതിലെ പി ആർ എന്ന് പറയുന്ന 6ഉമാണെങ്കിൽ ഈ 6ന് ഓപ്പോസിറ്റ് വരുന്നത് ഈ ആംഗിളും ഈ 6ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തുമായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എക്സ് അല്ല, ഏത് ആംഗിളാണ്? എക്സ് ഇസഡ് വൈ എന്തെന്ന് എഴുതാം? ആംഗിൾ എക്സ് ഇസഡ് വൈ എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് എഴുതാം? ഈ ആംഗിളിന് ഈക്വലാ. മീൻസ് പി ക്യു ആറിന് ഈക്വൽ ആയിരിക്കും. എന്തുമായിരിക്കും? ആംഗിൾ പി ക്യു ആറിന് ഈക്വൽ എന്ന് എഴുതാം. അപ്പം ആംഗിളുകൾ എഴുതണമെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്തുവാണ്? സൈഡുകൾ ഈക്വൽ ആണെന്ന് നോക്കണം. സൈഡ് ഈക്വൽ ആയാൽ എന്ത് ഈക്വൽ ആവും? ആംഗിൾ ഈക്വൽ ആവും. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് മറ്റൊരു സൈഡ് നോക്കാം. ഇവിടെയും 7 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 7 എന്ന് പറയുന്ന അളവുണ്ട്, ഇപ്പുറത്തും 7 എന്ന് പറയുന്ന അളവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7ന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇപ്പുറത്തെ ചിത്രത്തിൽ 7ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ പിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പം വൈ എങ്ങനെ എഴുതും? എക്സ് വൈ ഇസഡ്. അപ്പോൾ എങ്ങനെ എഴുതും? ആംഗിൾ എക്സ്, നടുക്കേതാ? വൈ ഇസഡ്. വൈയിലാണ് ആംഗിൾ ഇരിക്കുന്നത്, അതുകൊണ്ട് നടുക്ക് ഏതാ വരണ്ടേ? വൈ. അപ്പുറത്ത് ഏതാ ഈക്വൽ ആവുന്ന? ആംഗിൾ ക്യൂ പി ആറിന് ഈക്വൽ ആയിരിക്കും. അപ്പം 2 ജോഡി ആംഗിളുകൾ എഴുതാൻ പറഞ്ഞു. അത് നമ്മളിതാ ഈ ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്നതാണ് മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞേക്കുന്നത് എന്താ? ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ. ആംഗിൾ എയും ആംഗിൾ ബി നമുക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ആംഗിൾ എ എത്രയാണോ അത് തന്നെയാണ് ആംഗിൾ ബി. ഓക്കെ, അതോടൊപ്പം ഒരു വരിയും കൂടെ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മോളർ ദാൻ ആംഗിൾ എ. ആംഗിൾ എ എത്രയാണോ അതിൽ നിന്നും ഒരു 12 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? ആംഗിൾ സി കിട്ടും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലോട്ട് ബാക്കിയൊന്ന് നമുക്കൊന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഒന്ന് ബാക്കി വായിച്ചു മക്കളെ. ക്വസ്റ്റ്യൻ ഒന്ന് ബാക്കി വായിച്ചാണ് നോക്കുക. ഇഫ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ എ എന്ന് പറയുന്നത് ഏതളവെന്ന് പറഞ്ഞു? എക്സ് അളവാണെങ്കിൽ ആംഗിൾ ബിയും എന്ത് തന്നെയായിരിക്കും? എക്സ്. എന്തുകൊണ്ട്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അത് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ എക്സ് ആണെങ്കിൽ അതിൽ നിന്ന് എത്ര കുറയ്ക്കുന്നത്? ഇവിടെ 12 കുറയ്ക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ എന്തോ? എക്സ് മൈനസ് 12 എന്നെഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്ര? എക്സ് മൈനസ് 12. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ഞാൻ എക്സ് മൈനസ് 12 എന്ന് എഴുതിയത്. ഈ വരി ആംഗിൾ സി ഈസ് 12 ഡിഗ്രി സ്മോളർ ദാൻ ആംഗിൾ എ.
ഇനി ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ആൻഡ് സി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളിൻ്റെ അളവ് തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, ഈ ത്രികോണത്തിലെ ഈ 1, 2, 3 ആംഗിൾ കൂടെ കൂട്ടി എത്ര? 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സിമ്പിളായിട്ട് നമുക്ക് കണക്കിൽ എഴുതാം. ആംഗിൾ എക്സും ആംഗിൾ എന്ന് എഴുതേണ്ട, വെറും എക്സ്, അളവെന്ന് പറയുമ്പോൾ എക്സ് എന്ന് എഴുതിയാൽ പോരെ. അപ്പോൾ എക്സും x-12 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180. ഒരു ത്രികോണത്തിലെ 3 കോൺ കൂടെ കൂട്ടിയാൽ 180. ഇത് എത്ര എക്സാ? ഒരെക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 3x - 12 എന്ന് പറഞ്ഞാൽ എത്ര വരും? 180 എന്ന് വരും. അവിടെ നിന്ന് 3x എന്ത് വരും? ആ 12 അപ്പുറത്ത് പോയാൽ കൂട്ടം +12 ആയിട്ട് മാറും. അവിടുന്ന് 3x എത്ര കിട്ടും? 192. അവിടുന്ന് x എത്ര കിട്ടും? 192/3 എന്ന് കിട്ടും. അങ്ങനെയാണ് ചെയ്ത് നോക്കാം. 192/3 എന്ന് പറയുമ്പോൾ 6×3 18, 12 വരും. 4 3 12 വരും, 0 എന്ന് പറയുമ്പോൾ x = എത്ര കിട്ടി? 64. മക്കളെ എക്സ് എന്തുമായിരുന്നു? ഇവിടെ എക്സ് എന്നെടുത്ത് ആരായിരുന്നു? ആംഗിൾ എ. അപ്പോൾ നമുക്ക് ധൈര്യമായി എഴുതാം, ആംഗിൾ എ എന്ന് പറയുന്നത് 64 ഡിഗ്രി. ഇനി കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ സി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആംഗിൾ സിയെ നമ്മൾ എന്തെന്നാണ് എടുത്തേക്കുന്നത്? x-12. അപ്പോൾ ആംഗിൾ സി = x-12 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 64 ആണ്. 64 - 12 ആണ്, മീൻസ് 52. അപ്പോൾ 2 ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടിയതാണ്ട് ആംഗിൾ സി 52, ആംഗിൾ എ 64. അതായിരുന്നു ബി ചോദ്യമെന്ന് പറയുന്നത്. തന്നിരിക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ ഡി സി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഡി സി എന്ന് പറയുന്ന ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വര എന്ത് ചെയ്തേക്കുക? കൂട്ടിമുട്ടിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിളും ഇപ്പുറത്തെ ആംഗിളൂടെ കൂട്ടിയാൽ എത്രയായിരിക്കും? 180. നമ്മൾ പണ്ട് പഠിച്ച് ഒരു വരയെ മറ്റൊരു വര കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അപ്പുറം വരുന്ന ആംഗിൾ കൂട്ടി എത്ര? 180. എന്തോ അതിൻ്റെ പ്രത്യേകത? രേഖീയ ജോഡി അല്ലെങ്കിൽ ലിനിയർ പെയർ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി ഇവിടുത്തെ ആംഗിൾ എഴുതാൻ പറ്റും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 110. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം കിട്ടി. എത്ര? 110. രണ്ടാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഇന്നർ ആംഗിൾ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ? ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തോ? ചതുർഭുജം. ഈ ചതുർഭുജത്തിലെ അകത്തെ 4 മൂലയിലുള്ള ആംഗിൾ കൂടെ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. അതും നമ്മൾ കാണാതെ നമ്മുടെ മനസ്സിലുണ്ട്. 4 സൈഡ് വരുമ്പോൾ എത്ര? 360. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തോ? n-2 × 180 ഡിഗ്രി. n എന്ന് പറഞ്ഞാൽ 4 വശമുള്ള ചിത്രമായിട്ട് 4 കൊടുത്തു. 4 × 180 മീൻസ് 2 × 180 എന്ന് പറയുമ്പോൾ എത്ര വരും? 360. ഇനി സി ചോദ്യം എന്ന് പറയുന്നത് ആംഗിൾ എ എത്ര എന്നാണ്. ഇവിടുത്തെ ആംഗിൾ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ആംഗിൾ എ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ 4 മൂലയിലെ ആംഗിളോട് കൂട്ടി എത്ര? 360. അതിൽ 3 അളവുകളുണ്ട്. 360 നിന്ന് കുറയ്ക്കണം. ബാക്കിയുള്ള മൂലയിൽ 1, 2, 3 കുറയ്ക്കണം. എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിൽ കൂട്ടണം? 110 + 95 + 80 ചെയ്യണം. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ പറ 360 - ഇത് കൂട്ടിയാൽ എത്ര വരും? ഒന്ന് കൂട്ടി നോക്കുക. ഏതൊക്കെ തമ്മിലാണ് കൂട്ടേണ്ടത്? 110 + 95 + 80 കൂട്ടി നോക്കുക. 5 വരും. 9 17 18 വരും. ഇഷ്ടം 285. പിന്നെ 360 നിന്ന് ഇവിടെ 285 വന്നെന്ന് മനസ്സിലായല്ലോ. 360 നിന്ന് 285 കുറച്ച് എത്ര കിട്ടും? 10. 10 5 5. ഇത് 5 ആയിട്ട് മാറി, അത് 15 മാറും. 75 ഡിഗ്രി. അപ്പോൾ എത്ര വരും? 75 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ ആംഗിൾ എ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ആംഗിൾ എ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി? 75 ഡിഗ്രി. അപ്പോൾ ഇവിടുത്തെ നമുക്ക് മാർക്ക് ചെയ്യാം. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രി, അല്ലെങ്കിൽ സി ചോദ്യം എത്ര തന്നെ? 75 ഡിഗ്രി. ഇനി തന്നിരിക്കുന്നതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൽ എന്തോ പറഞ്ഞേക്കുന്നത്? ഇൻ ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിൾ എ ബി സിയിൽ ഇതും 10 ഇതും 10. മീൻസ് ഈ ട്രയാങ്കിളിൻ്റെ ഈ 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ എൻ്റെ പേരെന്തോ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം. ഇനി എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. ബി സി എന്ന് പറയുന്നതിൻ്റെ അളവിൻ്റെ കൃത്യം നടുക്കത്തെ പോയിൻ്റാണ് ഇത്. കൃത്യം നടുക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഇപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം. ഈ അളവ് എത്രയായിരിക്കും? 6. മൊത്തത്തിലുള്ള നീളത്തിൻ്റെ പകുതി ഈ പോയിൻ്റല്ലേ ഇത്. അപ്പോൾ ഇപ്പുറത്തോട്ട് 6 ആണെങ്കിൽ ഇങ്ങോട്ട് എന്ത് തന്നെയായിരിക്കും? 6 തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നോക്കാം. ആംഗിൾ എ എം ബി ആണ്. എ എം ബി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആംഗിളാണ് കിട്ടേണ്ടത്. എന്ന് പറയുമ്പോൾ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അതിൻ്റെ മൂലയിൽ നീ വരയ്ക്കുന്ന വര ഇവിടെ വന്നിട്ട് എത്ര ഡിഗ്രിയാണ് ഉണ്ടാക്കുന്നത്? 90 ഡിഗ്രി. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അതുകൊണ്ട് ആംഗിൾ എ എം ബി 90 ഡിഗ്രി. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൻ്റെ ഈ മൂലയിൽ നിന്നും ഇങ്ങനെ വരയ്ക്കുന്ന വര എന്ത് ചെയ്യുന്നു? ഇതിനെ സമഭാഗം ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്നത് പെർപെൻഡിക്കുലാർ ബൈസെക്ടറാണ്. എന്താണ്?
ലംബ സമഭാജിയാണ്. അതുകൊണ്ട് ഇവിടെ എത്ര ഡിഗ്രി? 90 ഡിഗ്രി. ഇനി ലെങ്ത് ഓഫ് എ എം കണ്ടുപിടിക്കണം. നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഈ എ എം എന്ന് പറയുന്നതിൻ്റെ നീളം എത്ര? അതിനുവേണ്ടി നമുക്ക് അങ്ങനെ ഒരു 90 ഡിഗ്രി ത്രികോണം ഇങ്ങനെ ഞാൻ വരച്ചു. നമ്മുടെ ത്രികോണത്തിൻ്റെ പേര് BMA. കണ്ടല്ലോ ഏത് കഷ്ണമാണ് ഞാൻ വരച്ചെന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ കഷ്ണമാണ് നമ്മൾ വരച്ചത്. അതിലിവിടെ 90 ഡിഗ്രിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ അളവ് 10 മനസ്സിലായി. ഇവിടുത്തെ അളവ് 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AM ആണ്. ഈ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ചരിഞ്ഞ ഭാഗമായിരുന്നെങ്കിൽ കൂട്ടണം. അങ്ങനെയാണെങ്കിൽ AM കണ്ടുപിടിക്കാൻ കുറയ്ക്കണം. എങ്ങനെയാണെന്ന് നോക്കുക. AM = √10ൻ്റെ സ്ക്വയറിൽ നിന്ന് 6ൻ്റെ സ്ക്വയർ കുറയ്ക്കണം. √100 എത്ര കുറയ്ക്കണം? 36. 100 36 കുറച്ച് എത്ര? 64. √64 എത്ര? 8 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ AM = 8 സെൻറ്റിമീറ്റർ കിട്ടും. അടുത്ത ചോദ്യം BC ആണ്. നമ്മൾ നേരത്തെ 6 കണ്ടുപിടിച്ച് വെച്ചേക്കും. അതുകൊണ്ട് BC എന്ന് പറയുന്നത് എത്ര? ടോട്ടൽ ഈ 6 മാറൂടെ കൂട്ടി എത്ര എഴുതാം? BC എന്ന് പറഞ്ഞാൽ എത്ര? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത്ര മാത്രം ചോദ്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിലുള്ളായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് കാര്യങ്ങൾ അറിയിക്കുക. ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനി വേണമോ എന്നും അറിയിക്കുക. നന്നായി പഠിക്കുക. ഓണത്തിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക.